മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. ഞങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ മദ്യം കുടിച്ച് മതോമത്തനായി വീടിനും സമൂഹത്തിനും സൊസൈറ്റിക്കുമെല്ലാം തലവേദനയായിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നേക്കുമായി ഈ മാരക വിപത്തിൽ നിന്ന് ആ മനുഷ്യന് മോചനം കിട്ടണം. ഡി എഡിഷൻ പോലെയുള്ള സംഘടനകൾ വർദ്ധിക്കുക നല്ല കാര്യം തന്നെ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ക്ലാസുകൾ നയിക്കുന്നുണ്ട്, തെറ്റൊന്നുമല്ല, നല്ല കാര്യം തന്നെ. പക്ഷേ അവന്റെ മേൽ കുടികൊത്തി വാഴുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ മോചനം ലഭിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തിക്കും തിരക്കേറിയ ജീവിതയാത്രയിൽ ഈ സന്ദേശം കേൾക്കുവാൻ ദൈവനാമത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനൊരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. പാപമില്ലാതെ ജീവിക്കുവാൻ മനുഷ്യന്റെ ദൈവം നിർമ്മിച്ചു. നിലത്തെ പൊടിയെടുത്ത് കുഴച്ച് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ച് മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പിശാച് അകറ്റിക്കളഞ്ഞു. വിശുദ്ധ വചനത്തിൽ വായിക്കുന്നത്, ഒരുത്തനുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ഇങ്ങനെ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അധാർമികമായി മനുഷ്യൻ അധപ്പതിച്ചു. പാപം ചെയ്ത് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുക. പാപി ചെല്ലുന്ന സ്ഥലം മുഴുവനും പാതാളം എന്ന വിശുദ്ധ വചനം നാം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ പാപിയായ മനുഷ്യന് പാപത്തിൽ എങ്ങനെ മോചനം കിട്ടാൻ കഴിയും? ഇവിടെ തത്വസംഹിതകളോ ഇസങ്ങൾക്കോ ഇവിടെയുള്ള ഒരു സംവിധാനങ്ങൾക്കോ മനുഷ്യനെ പാപത്തിന് മോചനം കിട്ടാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാണ് മനുഷ്യന് പാപമോചനം ലഭിക്കാൻ കഴിയുന്നത്? ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം ലഭിച്ചാൽ മനുഷ്യൻ എവിടെ ചെല്ലാം എന്നിട്ടാതി ചില കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെയുള്ള പ്രഭാഷകനായ ജെയിംസ് വെസ്റ്റ് കൊരട്ടി അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ വചന ശുശ്രൂഷിക്കാൻ വേണ്ടി അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നിങ്ങൾ വിലപ്പെട്ട സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു, ദേവിദാസനെ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കുന്നു. ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രമിക്കുന്ന ഈ ഒലിവുചിറ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. ലഹരിക്കെതിരായിട്ടുള്ള ഒരു യാത്രയിൽ ഞങ്ങൾ ഈ ദേശത്തും കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തതിന് ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ദേശത്തുള്ള ജനം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പോകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗ്രാമാന്തരീക്ഷം വളരെ നല്ല പ്രകൃതി രമണീയമായിരിക്കുന്ന നല്ല ശുദ്ധവായു ലഭിക്കുന്ന ദേശത്താണ് ഞങ്ങളുമായിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാ മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും വായിക്കുന്ന വാർത്തകൾ നമ്മളെ വളരെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ഈ ദേശത്തിന്റെ പേര് കേട്ടപ്പോൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒലിവ് എന്ന മരത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയെ തീർന്നു. ഒലിവ് എന്ന് പറയുന്നത് ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ ഒലിവ് വൃക്ഷത്തെ കുറിച്ച് നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഉപാനമായിട്ട് ഉപമിപ്പിച്ചുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത്തിയും ഒലിവും മുന്തിരിയും ഒക്കെ ആയിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തെ പ്രധാന ആത്മീയ കാര്യങ്ങളെ ദൈവം ഓർപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില വൃക്ഷങ്ങൾ. ഒലിവ് മല എന്ന് പറയുന്ന ഒരു മലയുടെ ദേശത്തെക്കുറിച്ചും ഇവിടെ വന്നപ്പോൾ കേൾക്കുവാനായിട്ട് ഇടയെ തീർന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഈ ഒലിവ് മലയിലായിരിക്കുമെന്നുള്ളതും ബൈബിൾ പറയുന്നൊരു കാര്യമാണ്. യേശു തന്റെ വരവിന് മുമ്പായിട്ട് അനേക ലക്ഷണങ്ങൾ പറഞ്ഞതിന്റെ ഒരു കാര്യമാണ് നാം ഈ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചേക്കാം.
അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ഞങ്ങളും ഒരു സാധാരണ ജീവിതം നയിച്ച് ലോകത്തിൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കും എന്നുള്ള രീതിയിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അകത്തുള്ള ആത്മാവിനെ കുറിച്ചോ ചിന്തയില്ലാതെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരായിരുന്നു. കുറച്ചുകൂടെ സന്തോഷവും ഒക്കെ ലഭിക്കാൻ വേണ്ടി മദ്യത്തിലേക്കും പുകവലിയിലേക്കും മറ്റ് ലഹരി വസ്തുക്കളിലേക്കും നീങ്ങിയവരായിരുന്നു ഒരു കാലത്ത് ഞങ്ങൾ. എന്നാൽ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു: മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റു പാപപ്രവർത്തികൾക്കോ ജീവിതത്തിൽ സമാധാനം തരാൻ കഴിയത്തില്ല. പാപിയായിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. കാരണം ആദ്യമേ ആമുഖമായി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതെ, ഈ പ്രകൃതി നോക്കുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങളെ കാണാൻ കഴിയും. വ്യത്യസ്തമായ രുചികൾ നൽകുന്ന ഫലങ്ങളുള്ള ഇത്ര ജ്ഞാനത്തോടെ സൃഷ്ടിച്ച ഒരു നിർമ്മിതാവിനെ നമുക്ക് ഈ പ്രകൃതി തന്നെ അതിന്റെ തെളിവായി വെളിപ്പെടുത്തി തരികയാണ്. ഒരു സൃഷ്ടിതാവുണ്ടെന്നുള്ളത് വ്യക്തമായ തെളിവുകളുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ നോക്കുമ്പോൾ അനേക ദൈവങ്ങളുടെ പേരുകളുണ്ട്. ദൈവം ആരായിരിക്കണമെന്ന് നാം പരിശോധിച്ചാൽ ദൈവം പരിശുദ്ധനായിരിക്കണം, ദൈവത്തിൽ പാപമുണ്ടാകരുത്, ദൈവം സർവശക്തനായിരിക്കണം, ദൈവം സർവജ്ഞാനിയായിരിക്കണം, ദൈവം സർവവ്യാപിയായിരിക്കണം. ഇത്തരത്തിലുള്ളതായ ഗുണവിശേഷങ്ങൾ ആർക്കാണ് ഉള്ളത്? ആ ശക്തിയെ, ആ വ്യക്തിയെ നാം പറയുന്ന പേരാണ് ദൈവം. എന്നാൽ ആ ദൈവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് താൻ സ്നേഹമാകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിച്ച് മരിക്കാൻ വേണ്ടിയല്ല, തന്നോട് എന്നേക്കുമായി കൂട്ടായ്മ അനുഭവിച്ച് തന്നോടുകൂടെ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യത മുഴുവൻ തന്നോടുകൂടെ ആ വാത്സല്യവും സ്നേഹവും തന്നിൽ ആശ്രയിച്ച് തന്നിലൂടെ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. ഇന്നറിയാം, നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് AI റോബോട്ടുകളുടെ കാലഘട്ടമാണ്. എന്നാൽ ഈ AIക്ക് ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനും സ്വയമേ ചെയ്യാനുള്ളതായി ഇച്ഛാശക്തി കൊടുക്കാറില്ല. കാരണം അങ്ങനെ കൊടുത്താൽ അത് മനുഷ്യനെ നിയന്ത്രിക്കുകയും മനുഷ്യന്റെ മേൽക്കോയ്മ കൊള്ളുകയും മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയായിരുന്നില്ല. അവന് സ്വാതന്ത്ര്യമായിട്ട് തന്നെ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കാനുള്ളതായ ഇച്ഛാശക്തി കൊടുത്തു. എന്നാൽ ആദി പിതാക്കന്മാരായ ആദവും ഹവ്വയും ആ തനിക്ക് കിട്ടിയതായ സ്വാതന്ത്ര്യം, ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ പിശാചിന്റെ ചതിയാൽ അവരത് പാപമാക്കി തീർക്കുകയും അത് തലമുറകളിലേക്ക് ആ പാപം കടന്നു വരാനായിട്ട് ഇടയെ തീർന്നു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നിരിക്കുകയാണ്. ദൈവവചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പാപി എന്ന് വിളിക്കരുതെന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസാക്ഷിയെ വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും, മനസാ വാച കർമ്മണ ഏതെങ്കിലും ഒരു പാപമെങ്കിലും ഒരു ദിവസമെങ്കിലും ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എത്രയെത്ര ചീത്ത ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. നമ്മുടേതായ മീഡിയകളിൽ നാം നോക്കുമ്പോൾ നമ്മളെ രസിപ്പിക്കുന്ന, നമ്മളെ മനസാക്ഷിക്കെതിരായി തെറ്റ് ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്ന എത്രയോ കാഴ്ചകളാണ്, എത്രയോ കേൾവികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസാരത്തിൽ എത്രയോ തെറ്റുകൾ സംഭവിക്കുന്നു, നമ്മുടെ പ്രവർത്തികളിൽ എത്രയോ തെറ്റുകൾ സംഭവിക്കുന്നു. ഇങ്ങനെയാകുമ്പോൾ മനുഷ്യന്റെ മനസാക്ഷി കുറ്റപ്പെടുത്തുമ്പോൾ അവരെല്ലാം കുറ്റവാളികളാണെന്ന് സ്വയമേ കുറ്റബോധത്താൽ നിറയപ്പെടുന്നു. അതിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ഓരോ കർമാചാര അനുഷ്ഠാനങ്ങളിലേക്ക് തിരികുകയാണ്. ചിലർ നല്ല പ്രവൃത്തികൾ ചെയ്ത് ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നു.
ചിലർ മതങ്ങൾ പറഞ്ഞിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് പാപമോചനം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് മരിച്ചാൽ നിങ്ങൾ ദൈവത്തോടു കൂടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാപങ്ങൾ മോചിപ്പിച്ച് കിട്ടിയെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഉത്തരം പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മോചനം കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഈ സൽപ്രവർത്തിക്കോ ഈ കർമാചാരങ്ങൾക്കോ നമുക്കൊരിക്കലും നമ്മുടെ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയത്തില്ലെന്നുള്ളത് പരമാർത്ഥമായൊരു സത്യമാണ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടും സമാധാനവും സന്തോഷവും ഇല്ലാത്തത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് നിങ്ങൾക്ക് പണിതിട്ടുണ്ടാകാം, നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ മക്കൾ നല്ല നിലയിലായിട്ടുണ്ടാകാം, എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിലൊരു സമാധാനമോ സന്തോഷമോ ലഭിച്ചിട്ടില്ല. മദ്യത്തിലൂടെയോ മറ്റൊന്നിലൂടെയോ ഒരു സമാധാനവും സന്തോഷവും ലഭിക്കുകയില്ല. കാരണം നിങ്ങളുടെ അകത്തൊരു ആത്മാവുണ്ടെന്നുള്ളതാണ്. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ ശരീരം കുറച്ചു നാൾ കഴിയുമ്പോൾ മരിക്കും. അത് ഈ മണ്ണിനോട് ചേരേണ്ടതിന് അത് കുഴിച്ചിടപ്പെടും. എന്നാൽ നിങ്ങളുടെ ആത്മാവ് മരിക്കുന്നില്ല. ഈ ആത്മാവാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയാണോ കരുതിയിട്ടിരിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയാണോ? സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു കിളിയെ വാങ്ങിച്ചാൽ അകത്തിരിക്കുന്ന കിളിക്കാണോ പ്രാധാന്യം, അതോ ആ കൂടിനാണോ പ്രാധാന്യം? നിശ്ചയമായി നിങ്ങളെല്ലാം പറയും അതിനകത്തിരിക്കുന്ന കിളിക്കാണ്. എന്നാൽ നാം ചെയ്യുന്ന ഒരു വിഡ്ഢിത്തമായ ഒരു കാര്യം, ഈ കിളിക്കൂടിനെ നാം ഇന്ന് കൂടുതൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാം അതെല്ലാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ, നിങ്ങളുടെ ശരീരമാകുന്ന കൂടിനെയാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് നല്ല ആഹാരം കിട്ടണം, നല്ല വസ്ത്രം കിട്ടണം, നല്ല ഉടുപ്പ് കിട്ടണം, ആ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാ ഭൗതിക കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? ആ ആത്മാവിലുള്ള പാപക്കറയോടുകൂടെ നിങ്ങൾ മരിച്ച് മാറ്റപ്പെട്ടാൽ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ കർമാചാരാനുഷ്ഠാനങ്ങൾക്കോ മരണാനന്തര ശുശ്രൂഷകൾക്കോ ഈ ആത്മാവിലുള്ള പാപക്കറകളെ കഴുകിക്കളയാൻ കഴിയത്തില്ല. നീതിമാനായ ദൈവത്തിന് നിങ്ങളെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ല. എന്നാൽ ദൈവം സ്നേഹവാനാണ്. അതാണ് ഞങ്ങളെ ഇതുപോലെ കവലകളിൽ വന്ന് പ്രസംഗിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രേരക ശക്തി എന്ന് പറയുന്നത്. ഞങ്ങൾക്കെല്ലാം വേറെ ഒരു പണിയുമില്ലാഞ്ഞിട്ടല്ല ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ സത്യം ലോകത്തുള്ള മനുഷ്യരോട് അറിയിക്കണമെന്നുള്ളത് ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന ആ സ്നേഹത്തിന്റെ ജ്വാലയാൽ നിർബന്ധിതരായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പറയാനിട്ടുള്ളത്, നിങ്ങളുടെ പാപങ്ങളെ മോചിപ്പിക്കുന്ന ഒരുവനുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതേ, യേശുവിന്റെ ജനനത്തിൽ ദൂതന്മാർ വന്ന് പറഞ്ഞു, സർവ്വലോകത്തിനുമുള്ള മഹാസദ്വർത്തമാനം നിങ്ങളോട് ഘോഷിക്കുന്നു. ലോകത്തിന്റെ രക്ഷിതാവ് ബത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ താണഭൂമിയിലേക്ക് വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ ജനിച്ചു. കാലിത്തൊഴുത്തിൽ കിടക്കുവാനായിട്ടിടയെ തീർന്നു. ഈ ലോകത്തിലെ ഓരോ മനുഷ്യന്റെയും ഓരോ സാഹചര്യങ്ങളിലൂടെ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ കടന്നു വന്ന് അനുഭവത്തിലൂടെ കടന്നുപോയി. താൻ ഒരു ആശാരി പണിക്കാരന്റെ വീട്ടിലായിരുന്നു ജനിച്ചത്. ഒരു കാല് പോലും നീട്ടിവെക്കാൻ കഴിയാത്ത വണ്ണമുള്ള ചെറിയ റൂമായിരുന്നു എന്നാണ് ഗവേഷകർ ബത്ലഹേം നസ്രത്തിലെ വീട് കണ്ടുകിട്ടി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ ഭൂമിയിൽ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടതയും എല്ലാം അറിഞ്ഞ് മനുഷ്യനായി തീർന്ന ആ ദൈവം ഈ ലോകത്തിൽ തന്റെ സമയമായപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ചു, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം നൽകിക്കൊണ്ട് ഓരോ മനുഷ്യന്റെ ബലഹീനതയും മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ച് പാപികളുടെ സ്നേഹിതനായി ഈ ഭൂമിയിൽ വ്യഭിചാരികളും പാപം ചെയ്ത് അന്നത്തെ കാലത്തിൽ ഏറ്റവും ക്രൂരമായ രീതിയിൽ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ചുങ്കക്കാരെയും മറ്റുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരെ ദൈവസ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ആ യേശു ക്രിസ്തു
തന്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായി താൻ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതായിരുന്നു. അതെ, താൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. എന്നാൽ അന്നത്തെ മതകോടതി, അന്നത്തെ യഹൂദന്മാർ ഇവനൊരു തെറ്റുമില്ല എന്നറിഞ്ഞിട്ട് കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടും അവരുടെ കോടതികൾക്കോ ദൈവവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നത്, 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും തെളിഞ്ഞില്ലെന്നാൽ അവസാനം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടിരുന്നുള്ളതായ റോമൻ ഗവൺമെന്റിനെതിരായി പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവുമില്ല. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും ക്രൂരവും വേദനാജനകവുമായ ക്രൂശ് മരണത്തിനായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് ഒരു യാദൃച്ഛിക സംഭവമല്ല. ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടായി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മോചനത്തിനായി വെളിപ്പെടുവാനുള്ള ഒരു ദൈവത്തിന്റെ കരുതലും ഒരുക്കവുമായിരുന്നു നമുക്ക് ആ കാൽവരിയിൽ കാണാൻ കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവം നിത്യനായതുകൊണ്ട് വരാൻ പോകുന്ന യുഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സമയത്തിനപ്പുറത്തിരുന്ന ദൈവത്തിന് കാണാൻ കഴിഞ്ഞു. മനുഷ്യവർഗം മുഴുവൻ പാപത്തിലേക്ക് പോകുകയാണ്. അതിനുവേണ്ടി ഒരുക്കിയതായ ഒരു പദ്ധതിയായിരുന്നു ക്രൂശിലെ മരണം. ആ ക്രൂശിലെ മരണം ഒരു രക്തസാക്ഷി മരണമായിരുന്നില്ല, ആത്മഹത്യയായിരുന്നില്ല. അത് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രതിനിധിയായിട്ടുള്ള ഒരു മരണമായിരുന്നു. പാപത്തിന്റെ പരിഹാരമായിരുന്ന ഒരു മരണമായിരുന്നു. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടായിരുന്നു ക്രൂശിൽ കർത്താവ് മരിക്കുവാനായിട്ടിടയെ തീർന്നത്. രാവിലെ 9 മണി മുതൽ 3 മണി വരെയും ഒരു ശ്വാസം എടുക്കുമ്പോൾ 10,000 മുട്ടുസൂചി ഒരു ഹൃദയത്തിൽ കുത്തിക്കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന അനുഭവിച്ചുകൊണ്ട് ദൈവം തന്നെ കൈവിടുന്ന അനുഭവത്തിലേക്ക് പോയത് എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. എത്രമാത്രം ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നു. യേശു നല്ല ഇടയനാകുന്നു. അവൻ ജീവനെ കൊടുത്ത് സ്നേഹിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും ആ ഭാരത്തെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളെപ്പോലെ അവനും അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏത് കഷ്ടതയിലും അവനെ സഹായിപ്പാൻ കഴിയും. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. ചിലർ പറയും ക്യാൻസർ ആണ്, ചിലർ പറയും മാനസിക രോഗമാണ്, ചിലർ പറയും അത് എയ്ഡ്സ് ആണ്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊക്കെ മരണത്തോടുകൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നിലൂടെയോ അത് തീരും. എന്നാൽ പാപം എന്ന രോഗം മരിച്ചു കഴിഞ്ഞാലും തീരുന്നില്ല. മരണാനന്തരം അവനില്ല. പാപമുണ്ടെങ്കിൽ ദൈവം എത്ര സ്നേഹവാനാണെങ്കിലും ദൈവത്തിന് ഒരിക്കലും സ്വർഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതിനുവേണ്ടി തന്നെയാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ പാപമോചനത്തിന്റെ വഴിയൊരുക്കിയത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കിത് തള്ളിക്കളയാം, നിങ്ങൾക്കത് സ്വീകരിക്കാം. എന്നാൽ ദൈവത്തിന്റെയും ഞങ്ങളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ നിത്യനരകത്തിൽ പോകരുത് എന്നുള്ളതാണ്. ഇത് സൗജന്യമായിട്ടാണ് നൽകുന്നത്. കാരണം ഇതിന്റെ വില മുഴുവൻ യേശു ക്രിസ്തു ക്രൂശിൽ വഹിക്കുവാനായിട്ട് ഇടയെ തീർന്നത് കൊണ്ടാണ്. നിങ്ങൾ ഏത് പാപ സ്വഭാവത്തിന് അടിമയാണെങ്കിലും ലഹരിക്ക് അടിമയാണെങ്കിലും ഈ യേശുവിനെ സ്വതന്ത്രനാക്കാൻ കഴിയും. കാരണം പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അവർ സാക്ഷാൽ സ്വതന്ത്രരാണെന്നാണ് തിരുവചനം പറയുന്നത്. അതെ, ഒരു കാലത്ത് ഞങ്ങളും പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ഈ യേശുവിനോട്, കർത്താവേ ഞാൻ പാപിയാണ്, നിന്റെ ക്രൂശിലെ മരണം എനിക്ക് പകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള കാലം എന്റെ ജീവിതം നീ നയിക്കണമേ, നീ എന്റെ കർത്താവായിരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ചോ, അപ്പോൾ കർത്താവ് ഞങ്ങളുടെ പാപങ്ങളെ മോചിപ്പിച്ചു തന്നു. തിരുവചനം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു.
അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര പാപികളാണെങ്കിലും നിങ്ങളുടെ പാപം കടുംചുവപ്പ് പോലെ, രക്താംബര പോലെ ചുവന്നിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടി 1900 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ കടന്നു വരിക. അത് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അത് നിങ്ങൾ ചെയ്ത പാപം മൂലമാണ് യേശു വന്നിരിക്കുന്നത്. ആ യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ കാരണക്കാർ നാം ഓരോരുത്തരുമാണ്. കാരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്റെ ശിക്ഷയായിരുന്നു ആ ക്രൂശിൽ താൻ വഹിച്ചത്. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. അത് ദൈവത്തിന്റെ നീതിയുടെ പ്രകടനമാണ്. അത് ദൈവത്തിന്റെ കൃപയുടെ പ്രകടനമാണ്. എന്തിനു വേണ്ടി? ഈ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് തന്നോടുകൂടെ നിത്യതയിൽ എന്നേക്കും വസിക്കുവാൻ വേണ്ടിയാണ്. ആകയാൽ നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ അതിനുള്ള എല്ലാ പരിഹാരവും ഈ ക്രൂശിലുണ്ട്. നിങ്ങൾ പാപിയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നീതി നിങ്ങൾക്ക് നൽകിയിട്ട് ആ പാപമോചനം കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. നിങ്ങൾക്ക് ശാപമുണ്ടെങ്കിൽ, അതെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു ശാപമായി തീർന്നു. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നമ്മെ സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ എന്നാണ് ദൈവവചനം പറയുന്നത്. നിങ്ങൾ രോഗികളാണോ? അവൻ തന്റെ മുതുകു മുഴുവൻ ഉഴവുചാല് പോലെ കീറപ്പെടത്തക്കവണ്ണം ചാട്ടവാറുകളാൽ അടിയേറ്റു. യേശു നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. ഏത് ഭാരം? നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, നിങ്ങളുടെ പാപങ്ങളാലുള്ള ഭാരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള അസമാധാനം, എല്ലാം ഉള്ളവരെ കർത്താവ് വിളിക്കുകയാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിൽ അനേക മഹാന്മാരുണ്ട്, അനേക നല്ല നല്ല വ്യക്തികൾ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും തന്നെ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഈ സന്ദേശം ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അത് നിങ്ങളുടെ ജീവിതത്തെ വലുതായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? 2 കാര്യമാണ് ഏറ്റവും ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, മാനസാന്തരപ്പെടുക. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും ദൈവം പറയുകയാണ്, നിങ്ങളുടെ പാപം നിമിത്തം നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുവീൻ എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. കാരണം പാപം ചെയ്യുന്ന മനുഷ്യൻ നിത്യമായ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. 2ാമത്തെ കാര്യം വിശ്വാസമാണ്. എന്താണ്? എന്നെ സ്നേഹിച്ച് എന്റെ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞാൻ അനുഭവിക്കേണ്ട നിത്യ നരകത്തിന്റെ ആ പാപശിക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് കർത്താവേ, ഇനിയുള്ള ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കുവാൻ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആ നിമിഷം പാപി എന്ന പേര് മാറി ദൈവത്തിന്റെ മകൻ എന്നുള്ള അധികാരത്തിലേക്ക് വരികയാണ്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകുകയാണ്. പുത്രനുള്ളവന് ജീവനുണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മരണാന്തരം എന്തെല്ലാം ചെയ്താൽ ഈ പാപത്തിന് മോചനം ഉണ്ടാകുകയില്ല. നിങ്ങളുടെ ലഹരിയിൽ നിന്നും നിങ്ങൾക്ക് വിമോചനം പ്രാപിക്കണമോ? നിങ്ങൾ നിങ്ങളുടേതായ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ ഞങ്ങളെപ്പോലെ സമാധാനവും സന്തോഷമുള്ളവരായി തീരുവാൻ നിങ്ങൾക്കും കഴിയും. നിങ്ങൾ ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നത്താലോ ശാപത്താലോ മറ്റേതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഈ യേശുവിനോട് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്തതായ അഡ്രസ്സിൽ ഞങ്ങളുടേതായ ഫോൺ നമ്പറും കോൺടാക്റ്റുകളും ഉണ്ട്. നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എത്ര വലിയ ലഹരി കടിമകളാണെങ്കിലും അതിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചതുപോലെ നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നത് ദൈവത്തിന് പകരക്കാരായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്നുള്ള സന്ദേശം അറിയിക്കുവാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി അംബാസിഡേഴ്സ് ആയിട്ട് വന്ന് സംസാരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നതിനേക്കാൾ ദൈവം പറയുന്നതായിട്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത്
നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്ത് ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സന്ദേശം നിർത്തുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാർ.